അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ കണ്ണ് നിറക്കുന്നതാണ്, മനസ്സ് വല്ലാതെ അസ്വസ്ഥമാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഗോതമ്പ് പാടത്ത് നിന്ന് ഒരു സൂട്ട് കേസ് അവിടുത്തെ ജോലിക്കാരന് കിട്ടുകയാണ്, കൃഷിക്കാരന് കിട്ടുകയാണ്. അദ്ദേഹം അത് തുറന്നു നോക്കിയപ്പോൾ അതില് ഒരു മനുഷ്യനെ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കിയിട്ടാണ് ആ സൂട്ട് കേസിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. പോലീസിൽ വിവരമറിയിച്ചു. അങ്ങനെ പോലീസ് വന്നിട്ട് ആ ട്രോളി ബാഗ് സൂട്ട് കേസ് പരിശോധിച്ച് നോക്കിയപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ഏതോ പ്രവാസിയുടേതാണ് ആ ബാഗ് എന്ന് മനസ്സിലായി. അങ്ങനെ ആ ബാഗിന്റെ അഡ്രസ്സ് നോക്കിയപ്പോൾ 70 കിലോമീറ്റർ അപ്പുറത്തുള്ള നൗഷാദ് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ആ ബാഗ്. അങ്ങനെ പോലീസുകാര് ആ ഒരു സൂട്ട് കേസുമായിട്ട് ആ നൗഷാദിന്റെ വീട്ടിലെത്തിയപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെയുണ്ട്. ഭാര്യയോട് ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ ഭാര്യ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, എന്റെ ഭർത്താവാണ്, അദ്ദേഹത്തിനെ കാണാനില്ല, ഞാൻ പരാതിപ്പെടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, അദ്ദേഹം 10 ദിവസം മുന്നെയാണ് ഗൾഫിൽ നിന്ന് വന്നത്, പിന്നീട് അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് വല്ലാത്ത സങ്കടത്തോട് കൂടിയിട്ടാണ് നൗഷാദിന്റെ ഭാര്യ പറഞ്ഞത്. പോലീസിന് അത് സംശയമായി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, പോലീസിന്റെ വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ നമ്മളൊക്കെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം യുപിയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ ഇടയായത്. ഈ നൗഷാദിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഈ ഭാര്യയും അനന്തരവനായ ഒരു യുവാവുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പൊ ഭാര്യയും ഈ കാമുകനും കൂടിയിട്ട് 10 ദിവസം മുന്നേ വിദേശത്ത് നിന്ന് ട്രോളി ബാഗ് നിറച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ചോക്ലേറ്റും ഡ്രസ്സുകളും മൊബൈൽ ഫോണുകളും അടങ്ങുന്ന ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് വന്ന ആ നൗഷാദിനെ ഈ നൗഷാദിന്റെ ഭാര്യയും കാമുകനും കൂടിയിട്ട് കൊന്നിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അവൾക്ക് വേണ്ടി കൊടുന്ന സമ്മാനങ്ങൾ കൊടുന്ന അതേ ബാഗിൽ തന്നെ നിറച്ചിട്ട് 70 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗോതമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചിരിക്കുക. എന്നിട്ട് ഒന്നും അറിയാത്ത ആളെ പോലെ ഈ നൗഷാദിന്റെ ഭാര്യ വീട്ടിലിരിക്കുക. പക്ഷേ എപ്പോഴും എന്ത് കുരുത്തക്കേട് അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുമ്പോഴും ഒരു തെളിവ് ബാക്കിയാക്കുമെന്ന് പറഞ്ഞതുപോലെ ആ ഒരു ട്രോളി ബാഗിലുള്ള അഡ്രസ്, അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്നുള്ള സ്റ്റിക്കറൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് നൗഷാദിന്റെ ട്രോളി ബാഗ് ആണെന്നുള്ളത്. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നത് നൗഷാദാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഭാര്യയും കാമുകനും കൂടിയിട്ട് ഈ കൊലപാതകം നടത്തിയത്. ഇപ്പൊ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ നൗഷാദിന്റെ ഭാര്യയും ഒരു അനന്തരവനായ ഒരു യുവാവും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. അതറിഞ്ഞ നൗഷാദ് താക്കീത് കൊടുത്തു. അങ്ങനെ നാട്ടില് അവിടുത്തെ ഒരു എന്താ പറയാ നാട്ടുകൂട്ടത്തിൽ വെച്ച് ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ നൗഷാദിന്റെ ഭാര്യയെയും കാമുകനെയും താക്കീത് ചെയ്തു വിട്ടു, ഇനി അടുപ്പം പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അടുപ്പം പാടില്ല എന്ന് പറഞ്ഞിട്ട് താക്കീത് ചെയ്തതിന് ശേഷമാണ് ഈ നൗഷാദ് പാവം പ്രവാസി തന്റെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരിയാകുന്ന രീതിയിൽ അദ്ദേഹം ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയത്, ഗൾഫിലേക്ക് പോയത്. അവിടുത്തെ ചൂടും എല്ലാം സഹിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അവിടെ അധ്വാനിക്കുമ്പോൾ ഇവിടെ വീണ്ടും ഈ നൗഷാദിന്റെ ഭാര്യ തന്റെ കുടുംബത്തിലുള്ള ഈ അനന്തരവനുമായിട്ടുള്ള പ്രണയം അടുക്കുകയും അവർ വല്ലാതെ അങ്ങ് അടുത്തുപോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നൗഷാദ് നാട്ടിലെത്തുമ്പോൾ അവർ ചെയ്ത മുൻ പ്ലാനിങ് ആണ് ഇത്. നൗഷാദ് വന്ന ഉടനെ നൗഷാദിനെ വകവരുത്തണമെന്ന്. അങ്ങനെ സ്വന്തം ഭാര്യയും കാമുകനും കൂടിയിട്ട് ആ നൗഷാദിനെ വീട്ടിലിട്ട് വകവരുത്തിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സൂട്ട് കേസ് അതിൽ നിറച്ച് സമ്മാനങ്ങളാണ്, അല്ലെങ്കിൽ ആ വീട്ടിലേക്കുള്ള ഡ്രസ്സുകളാണ്, ചോക്ലേറ്റുകളാണ്, പലതരം മിഠായികളാണ്. അവര് തിന്നട്ടെ, എന്നിട്ട് അവര് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ പാവം മനുഷ്യനായ നൗഷാദിനെ കഷ്ണങ്ങളാക്കി വെട്ടിയിട്ട് അതേ സൂട്ട് കേസിൽ നിറച്ചിട്ട് 70 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ഭാര്യയും തന്റെ കാമുകനും, അതിനെ സഹായിക്കാൻ മറ്റൊരു വ്യക്തിയും കൂടിയിട്ട്. ഇപ്പൊ കാമുകൻ ഒളിവിലാണ്, ഭാര്യയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും ഇത്രയും വിഷയങ്ങൾ വരുമ്പോൾ പറയാറുണ്ട്, ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയോട് കൂടി ജീവിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഞാൻ എന്തിനവളെ ഇല്ലാതെയാക്കണം? ഇല്ലാതെയാക്കിയാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടില്ലേ? അതല്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് താല്പര്യമില്ല എങ്കിൽ താല്പര്യമുള്ളവരുമായിട്ട് ജീവിക്കട്ടെ. അവിടെ നമ്മൾ വഷളും ടെൻഷനും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല.
മറ്റൊരാളെ എരിഞ്ഞില്ലാതാക്കിയിട്ട് കൊല ചെയ്തിട്ട് എങ്ങനെ മനസ്സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും? ഇനി ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് ഒരു പെണ്ണിനോട് സ്നേഹമുണ്ടായിട്ട് ആ പെണ്ണുമായിട്ട് ജീവിക്കാൻ ഞാനും ആ പെണ്ണും കൂടിയിട്ട് എൻ്റെ ഭാര്യയെ കൊല ചെയ്യുന്നുവെങ്കിൽ എന്നോട് സ്നേഹിക്കുന്ന പെണ്ണിന് അല്പെങ്കിലും ചോറ് വയ്ക്കുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചൂടെ നാളെ മറ്റൊരു പെണ്ണിനോട് എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഈ പെണ്ണിനെ ഞാൻ കൊല്ലുന്നുള്ളത്? അതേപോലെ തിരിച്ചും ചിന്തിക്കണ്ടേ? മറ്റൊരു കുരുത്തക്കെടിന് വേണ്ടി, വേണ്ടാത്തരത്തിന് വേണ്ടി ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്നുവെങ്കിൽ ഈ കാമുകനെയും ഇതുപോലെ ചെയ്യാൻ സാധ്യതയില്ലേ? ഇതൊന്ന് മനസ്സിലാക്കുക. അതിനപ്പുറം എന്തിനാണ് മറ്റൊരാളെ കൊന്നിട്ട് കോടതിയിൽ പോയിട്ട് പറഞ്ഞൂടെ എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ പറ്റില്ല, ഇനി ഞങ്ങൾ മുന്നോട്ട് പോയാൽ പലതും സംഭവിക്കും? അത് തുറന്ന് പറഞ്ഞിട്ട് ഇത് ഒരു വിവാഹം കഴിഞ്ഞാൽ കാലാകാലം അവരോട് കൂടെ ജീവിക്കണം, എന്ത് ത്യാഗം ചെയ്ത് അങ്ങനെയൊന്നുമില്ല. എന്നാൽ നമുക്കൊരു വിട്ടുവീഴ്ചയോട് കൂടി, സ്നേഹത്തോടു കൂടി, ഒരു മനസ്സ്, ഒരു ലയനത്തോടു കൂടി ആ ഒരു ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു മനസ്സുമായിട്ട് ജീവിക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരൊക്കെ അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ എത്രമാത്രം ത്യാഗം ചെയ്ത് സ്വന്തം ഉമ്മയെ, ഉപ്പയെ, ഭാര്യയെ, മക്കളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് കണ്ണെത്താ ദൂരത്ത് ആ ഒരു ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്, ഇത്രയും ബുദ്ധിമുട്ടുള്ള നാട്ടിൽ നമുക്ക് വേണ്ടി അവർ ഇടങ്ങറായി ബുദ്ധിമുട്ടിയിട്ട് വർഷങ്ങളോളം നിന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ അധ്വാനിച്ച പണവുമായി വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കൊരു മനസമാധാനം കൊടുക്കാത്തൊരു ഭാര്യ, ഒരു ഉമ്മ, കുറച്ച് മക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മളെ കൊണ്ട് പറ്റുക? കുറച്ചൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി ജീവിക്കണ്ടേ? നമ്മുടെ സന്തോഷങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ, എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സൊന്ന് അറിയണ്ടേ? അതൊന്നുമില്ലാതെ ഈ രീതിയിൽ വെറും കള്ളത്തരങ്ങൾ മാത്രം ഉള്ളിൽ വെച്ച് അവനവന്റെ സുഖം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത് എങ്കിൽ പെട്ടെന്ന് പൊടുന്നനെ ഇതുപോലുള്ള വക്രബുദ്ധി തോന്നിയിട്ട് നമ്മളൊക്കെ അകത്താവാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ സുഖം മാത്രമേ നോക്കുള്ളൂ, മറ്റൊരു മനുഷ്യന്റെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ജീവിതമോ അവരുടെ സങ്കടങ്ങളോ നോക്കാതെ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ ചെന്ന് പെടാൻ നമ്മൾ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു നൗഷാദിന്റെ ഫാമിലിയുടെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്ത ഈ ഒരു കൊടും പാപത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ഓരോന്നിന്ന് ഓരോ തിരിച്ചറിവുകൾ കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി ഒരു ജീവനെയും ഇല്ലാതാക്കരുത്, ഒരാളെയും നശിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ തുറന്നങ്ങ് പറയാം, എനിക്ക് പറ്റില്ല, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്നാൽ ഒരു പക്ഷേ എന്തെങ്കിലും ഞാൻ ചെയ്തേക്കാം. എന്നിട്ടും വാശി പിടിക്കുന്ന ഭാര്യയാണ് ഭർത്താവാണ് എങ്കിൽ അതിനനുസരിച്ച് നിയമവുമായി മുന്നോട്ട് പോയിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾ ഒരാളെയും കൊല്ലരുത്. അങ്ങനെ എന്ത് കുതന്ത്രങ്ങളിലൂടെ നമ്മൾ ആരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും, നീ സുഖിച്ച് ജീവിക്കുന്നത് മറ്റൊരുത്തന്റെ രക്തത്തിലാണ്, നീ സുഖിച്ച് ജീവിക്കുന്നത് മറ്റൊരുത്തന്റെ ജീവനിലാണ്, അതുകൊണ്ട് നീ ഒരിക്കലും നല്ലവനല്ല എന്നുള്ളത് അത് പിന്നീട് തെളിഞ്ഞിട്ടേ ഉള്ളൂ, പുറലോകം അറിഞ്ഞിട്ടേ ഉള്ളൂ, ഉള്ള മനസ്സമാധാനവും ജീവിതവും നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാര്യയും കാമുകനും കൂടി ഇല്ലാതാക്കിയത് ഒരുപാട് കാലത്തെ സ്വപ്നങ്ങളും ഒരുപാട് ഉള്ളിൽ ഒതുക്കി വെച്ച സ്നേഹങ്ങളുമാണ്. അതാണ് ഈ ഒരു വാർത്തയ്ക്ക് പിറകെ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്ന, ആരെങ്കിലും ഈ ഒരു വാർത്ത കേൾക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയം കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇതുപോലെ സ്വന്തം ഭർത്താവിനോടോ ഭാര്യയോടോ താല്പര്യമില്ലാതെ തന്റെ കാമുകന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാമുകിക്ക് വേണ്ടിയിട്ട് ഇല്ലാതെയാക്കണം, എങ്ങനെയും തട്ടിക്കളയണം, വിഷം കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുമക്കളെ, ഇന്ന് സൈബർ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ ഒരു വിശാലമായിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടും. ഒരാൾക്കും ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല. പടച്ചറബ് നമ്മളെ മേലെന്ന് നിരീക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതിനപ്പുറം നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ മെസ്സേജുകളും ഓരോ കമന്റ്സുകളും തിരിച്ചറിയുവാനുള്ള എല്ലാവിധ പുരോഗതിയിലേക്കും നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ലോകം എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉള്ളത് തുറന്നു പറഞ്ഞ് പിരിയാണെങ്കിൽ പിരിയ, മാറി നിൽക്കുകയാണെങ്കിൽ മാറി നിൽക്കുക. അതല്ലാതെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്തിട്ട് താൽക്കാലികമായി സുഖത്തിന് വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും നൗഷാദിന്റെ ഭാര്യയുടെ കുടുംബത്തിന്റെ അവസ്ഥ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന് ഷെയർ ചെയ്താൽ ഏതെങ്കിലും കുതന്ത്രത്തോടു കൂടി ഇരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ബോധം വെച്ചാൽ ഒരുപാട് ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബൈ.